എന്റെ ഭാഗത്ത് എനിക്കൊരു സപ്പോർട്ടും കിട്ടും. ഇപ്പൊ ഇങ്ങനെ ഒരു ഡീല് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇപ്പൊ ശശി തരൂരിന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ഇപ്പൊ രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടാവുന്നത്. അപ്പൊ മൊത്തത്തിൽ ഞാൻ എന്നിട്ട് എനിക്ക് തന്നെ സംശയം തോന്നുന്നില്ല. ഞാൻ പ്രസിഡന്റിനോട് ചോദിച്ചു അങ്ങനെ വല്ലതും ഉണ്ടോ. അയ്യോ എന്റെ പത്മജ ഇല്ലിനി പത്മജയും കൂടി പറഞ്ഞോ എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. ഞാൻ പറഞ്ഞു അങ്ങനെയാണ് ഇവര് പറയണതേ. അപ്പൊ പിന്നെ ഒരു നമ്മള് പറയില്ലേ 10 പ്രാവശ്യം നുണ പറഞ്ഞാൽ അത് സത്യമാണെന്ന് സത്യമായിട്ട് തോന്നുന്നു. അതായത് ശശി തരൂർ കണക്കുകൾ നിരത്തിക്കൊണ്ട് പറയുന്നത് CPM-ന് ഇക്കുറി കോൺഗ്രസ് പിടിച്ചു കഴിഞ്ഞാൽ CPM-ന് തിരിച്ചു വരാൻ പറ്റില്ല. കോൺഗ്രസ് ജയിക്കാണ്ടിരിക്കണം. അപ്പോ BJP-ക്ക് അധികാരത്തിൽ വരണമെങ്കിൽ CPM-നെ ഈ പ്രാവശ്യം കൂടി CPM-നെ കയറ്റണം. അങ്ങനെ എന്തൊക്കെയോ ഡീലുകൾ കൃത്യമായിട്ട് കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ മാം പറഞ്ഞ പോലെ 10 തവണ നുണ പറയുന്നത് ഇതുപോലെ കണക്കുകൾ നിരത്തിക്കൊണ്ടാകുമ്പോൾ ആൾക്കാർ വിശ്വസിക്കും. പക്ഷെ ഇപ്പൊ ജനങ്ങൾക്ക് ഞാൻ ഞെട്ടിപ്പോയി തൃശ്ശൂർ വന്നപ്പം. ഞാൻ പണ്ട് കണ്ട ഇതല്ല, പലരും BJP-യിലേക്ക് മാറിയിട്ടുണ്ട് ഇവിടെ. മറ്റേ ഹിന്ദുക്കളെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ ഇവരില്ലേ ഹിന്ദു ക്രിസ്ത്യൻസൊക്കെ മാറിയിട്ടുണ്ട് നന്നായിട്ട്. എഡ്യൂക്കേറ്റഡ് ക്ലാസ്സാണ് കൂടുതൽ മാറിയിട്ടുള്ളത്. അപ്പോൾ വളരെ വ്യത്യാസം ഉണ്ട് പണ്ടത്തേനേക്കാൾ ഇവിടെ.